ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം. ലിവിങ് മന്ന എന്ന ഈ ജീവ സന്ദേശത്തിലേക്ക് നിങ്ങളെ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിന് നമ്മോട് സംസാരിക്കുവാനുള്ള വിഷയം ഏശയ്യാ പ്രവചന പുസ്തകം 54 അധ്യായം 10 വാക്യമാണ്. അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: പർവ്വതങ്ങൾ മാറിപ്പോകും, കുന്നുകൾ നീങ്ങിപ്പോകും, എന്നാൽ എൻ്റെ ദയ നിന്നെ വിട്ടു മാറുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് ഭംഗം വരികയുമില്ല. 2 കാര്യങ്ങൾ ദൈവം നമ്മോട് പറയുന്നു. നോക്കൂ, നമ്മുടെ വിശ്വാസ ജീവിതത്തിലെ അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തിലെ യാത്രയിൽ നമ്മൾ വലുത് ബലമുള്ളത് നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊക്കെ കരുതി വയ്ക്കുന്ന അനേക പർവ്വതങ്ങളും കുന്നുകളും ഉണ്ടാകും. എന്നാൽ അവളൊക്കെ നീങ്ങിപ്പോകാം. എന്നാൽ ദൈവത്തിൻ്റെ ദയയ്ക്കും സമാധാനത്തിനും മാറ്റം വരികയില്ല. രണ്ടാമതായിട്ട് ദൈവം പറയുന്നു, ലോക മനുഷ്യൻ ഒരിക്കലും നീങ്ങിപ്പോകുകയില്ല എന്ന് വിചാരിക്കുന്ന 2 കാര്യങ്ങളാണ് പർവ്വതങ്ങളും കുന്നുകളും. എല്ലാ കാലത്തും അവകൾ രണ്ടും അവിടെ ഉണ്ടാകും. ശക്തിമത്തായ 2 ശക്തികളാണ് പർവ്വതങ്ങളും കുന്നുകളും. എന്നാൽ പർവ്വതങ്ങളും കുന്നുകളും മാറിപ്പോയാലും, മാറിപ്പോകത്തില്ല എന്ന് കരുതുന്ന ആ ശക്തികൾ മാറിപ്പോയാലും യഹോവയായ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നത് തൻ്റെ ദയ നമ്മളെ വിട്ട് മാറുകയില്ല. കാരണം ദൈവത്തിൻ്റെ ദയ എന്നുള്ളത് തിരുവചനം പറയുന്നു, ആകാശം ഭൂമിക്ക് മീതെ എത്രത്തോളം ഉയർന്നിരിക്കുന്നു അത്രത്തോളം വലുതത്രേ ദൈവത്തിൻ്റെ ദയ. പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ ദയയുടെ വലിപ്പം അത്രയാണ്. രണ്ടാമതായിട്ട് തിരുവചനം ഇപ്രകാരം പറയുന്നു, എൻ്റെ കരുണയോ 1000 തലമുറ വരെയും നിങ്ങളോടുകൂടി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ദൈവത്തിൻ്റെ മാറാത്ത ദയ, മാറാത്ത കരുണ, ദൈവത്തിൻ്റെ മനസ്സലിവ്, ലോകത്തിൽ എല്ലാവരും നിങ്ങളോട് മനസ്സലിയാതെ, നിങ്ങളോട് കരുണ കാണിക്കാതെ, നിങ്ങളെ കുറ്റം വിധിച്ച് നിങ്ങളെ മാറ്റിക്കളയുമ്പോഴും ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ദയ അത്രത്തോളം വലുതായിരിക്കുന്ന പോലെ ദൈവദയ നിങ്ങളെ വിട്ടു മാറുകയില്ല എന്ന് കർത്താവ് പറയുകയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാവരും നിങ്ങളെ ചപ്പും ചവറും എന്ന് എണ്ണുമ്പോൾ നിങ്ങളെ മാർവോട് ചേർത്തണയ്ക്കുന്ന, നിങ്ങളോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവ സ്നേഹമുണ്ടെന്ന് നിങ്ങൾ അറിയുക. ആ സ്നേഹത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ, ആ ദൈവത്തെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് മനുഷ്യന്റെ ദയയിൽ ചാരേണ്ടതായിട്ട് വരത്തില്ല. ആ ഫേവർ, ആ കരുണ അത് നിങ്ങളെ എന്നും ചുറ്റി പരിപാലിച്ചു കൊള്ളും. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ വചനം അവിടെ നമ്മോട് പറയുന്നത്, എൻ്റെ സമാധാനത്തിന്റെ ഉടമ്പടി നിങ്ങളെ വിട്ടു മാറുകയില്ല. ദൈവം നമ്മളോട് ഒരു ഉടമ്പടി ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾ സമാധാനമുള്ളവരായി ജീവിപ്പാൻ. പലപ്പോഴും സമാധാന ഉടമ്പടികൾ ലംഘിക്കപ്പെടും. മനുഷ്യനുമായിട്ടുള്ള എത്രയോ സമാധാന ഉടമ്പടികൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് എന്നേക്കുമുള്ള സമാധാനമായിരിക്കും, ഇത് എന്നേക്കുമുള്ള ശാന്തിയായിരിക്കും. രാജ്യങ്ങൾ തമ്മിൽ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, സ്നേഹിതർ തമ്മിൽ ഉടമ്പടികളുണ്ട്. എന്നാൽ അതൊക്കെയും മാറിപ്പോകുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു, ഇതാ ഞാൻ നിന്നോട് ഒരു ഉടമ്പടി ചെയ്യുന്നു. ഒരിക്കലും മാറാത്ത ഒരു സമാധാനം കൊണ്ട് ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യുകയാണ്. അതേ ജീവിതത്തിന് എന്തെല്ലാം പ്രശ്നങ്ങൾ അതിശക്തിയായിട്ട് ആഞ്ഞടിച്ച് തിരമാല പോലെ ഉയർന്നു വന്നാലും ദൈവത്തിന്റെ പൈതൽ ഈ വചനം വിളിച്ചു പറയണം, അതേ കുന്നുകളും പർവ്വതങ്ങളും മാറിപ്പോകും, ദൈവത്തിന്റെ സമാധാനത്തിന് ഉടമ്പടി എന്നെ വിട്ടു മാറുകയില്ല, എന്നെ വിട്ടു മാറുകയില്ല. ദൈവത്തിന്റെ സമാധാനത്തിന്റെ ഉടമ്പടി എന്നും നിങ്ങളെ ചുറ്റി ആവരിച്ച് ആവസിച്ചു കൊള്ളും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.